വിവാദങ്ങൾ കൊടുമ്പിരി കൊണ്ടിരിക്കെ മലങ്കര ഓർത്തഡോക്സ് സഭ അടൂർ ഭദ്രാസനാധിപൻ സക്രിയാമാർ അപ്രയം തിരുമേനി വിശദീകരണവുമായി രംഗത്തെത്തി. ആദ്യം അദ്ദേഹത്തിൻ്റെ വിശദീകരണം ഒന്ന് കേൾക്കാം. സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, ഞാൻ ഇപ്പോൾ ഈ വോയിസ് ക്ലിപ്പ് ഇടുന്നതിൻ്റെ കാരണം കുറേ ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ എന്നെ വല്ലാതെ അപഹസിച്ചുകൊണ്ടുള്ള പ്രചരണങ്ങൾ നടക്കുകയാണല്ലോ. അതിനെല്ലാം അടിസ്ഥാനപരമായിട്ട് എടുത്തു കാട്ടുന്നത് MOC കോളേജുകളിൽ നടത്തിയ നിയമനങ്ങളിൽ ഓർത്തഡോക്സുകാരല്ലാത്ത ആളുകൾക്ക് കൊടുത്തു, സ്വന്തക്കാർക്ക് കൊടുത്തു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളാണ്. ഇത് സംബന്ധിച്ച് ഞാൻ 4 ദിവസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ നിജസ്ഥിതിയും അതുപോലെ തന്നെ റാങ്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും പരിശുദ്ധ എപ്പിസ്കോപ്പൽ സിനോദോസ് ഗ്രൂപ്പിലിടാനായിട്ട് അഭിവന്ദ്യനായ ക്രിസോസ്റ്റമോസ് തിരുമേനിക്ക് നൽകുകയും അഭിവന്ദ്യ തിരുമനസ്സുകൊണ്ട് അത് സിനോദോസിൻ്റെ ഗ്രൂപ്പിലിടുകയും ചെയ്തിട്ടുണ്ട്. മറ്റാരും ഇതേക്കുറിച്ച് അറിയണ്ട എന്നുള്ള നിലയിലായിരുന്നു ഞാൻ ചിന്തിച്ചിരുന്നത്. പക്ഷേ ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറായ റിപ്പോർട്ട് ഞാൻ നൽകിയിട്ടും ഒരു മേഖലയിൽ നിന്നും MOC ഇൻ്റർവ്യൂവും റാങ്ക് ലിസ്റ്റും നടത്തിയ നിയമനങ്ങളും സുതാര്യമാണ് എന്ന് ആരും പറഞ്ഞ് കറക്റ്റ് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. ആ സാഹചര്യത്തിലാണ് എൻ്റെ മിത്രാസനത്തിലെ എൻ്റെ സഹപ്രവർത്തകരായിരിക്കുന്ന വന്യ വൈദികരോട് ഇത് പറയണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. നമുക്ക് MOC കോളേജുകൾ എന്ന നിലയിലുള്ളത് പത്തനംതിട്ട കാതോലിക്കേറ്റ്, കോട്ടയം ബെസേലിയോസ്, പാമ്പാടി KG കോളേജ് എന്ന 3 കോളേജുകളാണ്. സെൻറ്റ് സെറിസും പഴഞ്ഞിയും ബത്തേരിയും MOC അംബ്രലയിൽ വരുന്നുവെങ്കിലും അവിടുത്തെ നിയമനങ്ങൾ വ്യത്യസ്തങ്ങളായിട്ടാണ് നടത്തുന്നത്. ഇനി ഞാൻ പറയുന്ന കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടെ കേൾക്കണം. നമുക്ക് ഈ വർഷം ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന തസ്തികയിൽ നമുക്ക് 2 പേർക്ക് ഡിസബിലിറ്റി കാറ്റഗറിയിൽ നിയമനം നടത്തേണ്ടിയിരുന്നു. ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന കാറ്റഗറിയിൽ വിഷ്വൽ ഡിസബിലിറ്റിയുള്ള ഒരാൾക്കും ഹിയറിംഗ് ഡിസബിലിറ്റിയുള്ള ഒരാൾക്കും നൽകേണ്ടിയിരുന്നു. അത് രണ്ടും നൽകിയിരിക്കുന്നത് ഒരാൾ തുമ്പമൺ ഭദ്രാസനക്കാരനും മറ്റൊരാൾ മാവേലിക്കര ഭദ്രാസനക്കാരനുമായ 2 ഓർത്തഡോക്സുകാരാണ്. ഇനി കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് തസ്തികയിൽ ഒരു വേക്കൻസിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ വേക്കൻസിയിൽ നിയമിക്കപ്പെട്ടിരിക്കുന്ന ആൾ തുമ്പമൺ ഡയസുകാരനായ ഒരു ഓർത്തഡോക്സ് വിശ്വാസിയാണ്. മറ്റൊന്നുള്ളത് ഗാർഡനർ പോസ്റ്റാണ്. പത്തനംതിട്ട കാതോലിക്കേറ്റ് കോളേജിൽ മാത്രമേ ആ പോസ്റ്റ് ഉള്ളൂ. 4 അപേക്ഷകൾ ഉണ്ടായിരുന്നു. 3 ഓർത്തഡോക്സുകാരും ഒരു CSIക്കാരനും. ഇൻ്റർവ്യൂ നടക്കുന്ന സമയത്ത് ഇവരുടെ അപേക്ഷയിൽ പരിശോധിച്ചപ്പോൾ ക്വാളിഫൈഡായിട്ട് ഈ CSI അംഗം മാത്രമേ ഉള്ളൂ. അതിൻ്റെ കാരണം ഗാർഡനർ പോസ്റ്റിൽ നിയമിക്കപ്പെടണമെങ്കിൽ അടിസ്ഥാന യോഗ്യത കേരള കാർഷിക സർവകലാശാലയുടെ ഗാർഡനർ കോഴ്സ് 6 മാസത്തെ ഒരു സർട്ടിഫിക്കറ്റ് കോഴ്സുണ്ട്, അത് പാസ്സായിരിക്കണം. കൂടാതെ ഗവൺമെൻറ് അംഗീകൃത നഴ്സറികളിൽ എവിടെയെങ്കിലും 1 വർഷത്തെ പരിശീലനത്തിൻ്റെ സർട്ടിഫിക്കറ്റ് വേണം. ഇത് രണ്ടും ഹാജരാക്കിയത് CSI അംഗമായ ഒരാളാണ്. ചുരുക്കത്തിൽ 3 ഓർത്തഡോക്സുകാരും ഒരു CSI മെമ്പറും ഉണ്ടായിരുന്നുവെങ്കിലും ക്വാളിഫൈഡായ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, അത് CSI മെമ്പറാണ്. അപ്പോൾ ആ പോസ്റ്റിൽ യഥാർത്ഥത്തിൽ ഓർത്തഡോക്സ് കാറ്റഗറിയിൽ യോഗ്യരായ ആരും ഇല്ലാത്തത് കൊണ്ടാണ് CSIക്കാരനെ നിയമിക്കേണ്ടി വന്നത്. അവിടെ ഓർത്തഡോക്സുകാരില്ല എന്ന് പറഞ്ഞ് ഇൻ്റർവ്യൂ കോൾ ഫോർ നടക്കുന്ന സമയത്ത് നമുക്കത് മാറ്റിവെക്കാൻ ഒക്കുകയില്ല. അത് എഗെയിൻസ്റ്റ് ദ ലോ. ഇനി നമ്മൾ അറിയേണ്ടത് ഇത്രയും കൂടാതെ ഓഫീസ് അറ്റൻഡൻറ്റ് എന്ന ജനറൽ കാറ്റഗറിയാണ്. അത് കേരള ഹയർ എഡ്യൂക്കേഷൻ നിയമം അനുസരിച്ച് ടീച്ചിങ് സ്റ്റാഫിന് മാത്രമേ ഉള്ളൂ 50% കമ്മ്യൂണിറ്റി മെറിറ്റും 50% ജനറൽ കോട്ടായും. അത് എക്സ്ക്ലൂസീവ്ലി ഫോർ ടീച്ചിങ്
കാറ്റഗറി. നോൺ ടീച്ചിങ് കാറ്റഗറിയിൽ ഇങ്ങനെ ഒരു വേർതിരിവില്ല. അത് മുഴുവൻ ജനറൽ കാറ്റഗറിയാണ്. അങ്ങനെ ജനറൽ കാറ്റഗറിയിൽ 9 പേരെ നമുക്ക് നിയമിക്കാമായിരുന്നു ഇപ്പോൾ. എന്നാൽ നമുക്കുള്ളൊരു പ്രത്യേക സന്തോഷം, ഈ വർഷം, അതായത് ഈ വർഷം എന്ന് പറയുന്നത് ഈ റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയ 2023 ഡിസംബർ 13 മുതൽ 1 വർഷം കാലാവധി, അതായത് 2024 ഡിസംബർ 14 വരെ, ആ 1 വർഷത്തിനുള്ളിൽ നമുക്ക് 41 നിയമനങ്ങൾ ഈ 3 കോളേജുകളിലായിട്ട് വിവിധ തസ്തികകളിൽ നൽകാൻ സാധിക്കും. എന്ന് പറഞ്ഞാൽ ഓഫീസ് അസിസ്റ്റൻ്റ് ഉണ്ട്, ലാബ് അസിസ്റ്റൻ്റ് ഉണ്ട്, ലൈബ്രറി അസിസ്റ്റൻ്റ് ഉണ്ട്, LD ക്ലർക്കുണ്ട്, പിന്നെ ഹയർ പോസ്റ്റുകളുണ്ട്. ഇപ്പോൾ നിയമനത്തിൻ്റെ രീതി എന്ന് പറയുന്നത്, നമ്മൾക്കൊരാളെ നേരിട്ട് ഹയർ പോസ്റ്റിലേക്ക് നിയമിക്കാൻ ഒക്കുകയില്ല, പ്രൊമോട്ട് ചെയ്യണം. അപ്പോൾ ഹയർ വേക്കൻസി പലതും വേക്കൻ്റായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ നിയമിക്കുന്ന ഈ ജനറൽ കാറ്റഗറി, ഇപ്പോൾ ഈ നിയമിക്കുന്ന ആളുകളെ പ്രൊമോട്ട് ചെയ്ത് കഴിയുമ്പോൾ വീണ്ടും നമുക്ക് വേക്കൻസി വരികയാണ് ലാസ്റ്റിലേക്ക്. അങ്ങനെ ടോട്ടൽ കാറ്റഗറി ഞാനും കുര്യാക്കോ സാറും കൂടെ പഠിച്ചപ്പോഴാണ് 41 പേരെ വളരെ കൃത്യമായിട്ട് നിയമിക്കാനായിട്ട് നമുക്ക് സാധിക്കും. എന്നാൽ ആദ്യത്തെ പടിയിൽ 9 പേരെയാണ്, ഞാൻ ആദ്യം പറഞ്ഞ 4 പേരെ കൂടാതായത്, 9 പേരെയാണ് നിയമിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ 41 പേരുടെ റാങ്ക് ലിസ്റ്റ് ഇടാം. ഈ 41 പേരുടെ റാങ്ക് ലിസ്റ്റാണ് ഞങ്ങൾ എൻ്റെ ഉപ്പോടുകൂടി MOC ഓഫീസിൽ പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം, കേരളത്തിൽ കുന്നംകുളം, തൃശ്ശൂർ, അങ്കമാലി, ഇടുക്കി എന്ന 4 ഭദ്രാസനങ്ങൾ ഒഴികെ മലബാർ, ബത്തേരി തൊട്ട് തിരുവനന്തപുരം വരെയുള്ള എല്ലാ ഭദ്രാസനങ്ങളിൽ നിന്നും അപേക്ഷകൾ ഉണ്ടായിരുന്നു. കൂടാതെ ശ്രീബാദാസ സമൂഹത്തിൽ നിന്ന് 19 വയസ്സുള്ള ഒരു കൊച്ചിനും ഉണ്ടായിരുന്നു. എനിക്കേറെ സന്തോഷമുള്ളത്, എല്ലാ ഡയസിസുകൾക്കും പ്രാതിനിധ്യം കൊടുത്തു. ഞാനിതിൻ്റെ ലിസ്റ്റ് ഇതിനോട് ചേർത്ത് ഈ വോയിസ് ക്ലിപ്പിന് ശേഷം ലിസ്റ്റ് ഇടാം ഡയസിസ് വൈസായിട്ട്. എല്ലാ ഭദ്രാസനങ്ങൾക്കും പ്രാതിനിധ്യം കൊടുത്തു. പ്ലസ് 19 വയസ്സേ ഉള്ളുവെങ്കിൽ ശ്രീബാദാസ സമൂഹ അംഗം എന്ന നിലയിൽ, അത് ബോർഡ് പറഞ്ഞിരുന്നത് കൊണ്ടുപോവാം, ബോർഡിൻ്റെ പോളിസിയായിരുന്നു ഇതൊക്കെ. ഞാൻ ബോർഡിൻ്റെ പോളിസികളൊന്നും തെറ്റിച്ചിട്ടില്ല, ബോർഡ് പറഞ്ഞ കാര്യങ്ങളാണ്, അതനുസരിച്ച് അതും ചെയ്തു. അങ്ങനെയാണ് 41 പേരെ ഇട്ടിരിക്കുന്നത്. ഒരു കാര്യം മാത്രം ഞാൻ പ്രത്യേകം ആഗ്രഹിച്ചത്, ആദ്യത്തെ ഒരു 3 പേര് എങ്കിലും ഹൈ ക്വാളിഫൈഡായ ആളുകൾ വേണം. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇവർ പ്രൊമോട്ട് ചെയ്യപ്പെട്ടാണ് പിന്നീട് UD ക്ലർക്ക് അല്ലെങ്കിൽ ജൂനിയർ സൂപ്രണ്ട്, സീനിയർ സൂപ്രണ്ട്, ഹെഡ് അക്കൗണ്ടിങ്ങിന് വിവിധ തസ്തികൾ, നല്ല അഡ്മിനിസ്ട്രേറ്റീവ് പോസ്റ്റ് വരുന്നത്. അപ്പോൾ അത് എഡ്യൂക്കേറ്റഡായ ആളുകൾ വേണം എന്നെനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് ദൈവകൃപയാൽ ആദ്യം വന്ന 3 നോക്കിയാൽ, ഒന്നാമത്തെ ആൾ ബിടെക്കുകാരനാണ്, രണ്ടാമത്തെ ആൾ ബിടെക്കുകാരനാണ്, മൂന്നാമത്തെ ആൾ MSc ഉണ്ട്, വേറെ 2 ബിരുദങ്ങളുള്ള ആളാണ്. വളരെ വളരെ ടാലൻറ്റഡായ, ആരുടെയും സഹായമില്ലാതെ, ആരുടെയും റെക്കമെൻഡേഷനും ഇല്ലാതെ വന്ന ആളുകളാണ്. അവരാണ് ആദ്യം 3 വന്നത്. അപ്പോൾ 41 പേരുടെ റാങ്ക് ലിസ്റ്റ് ഞാൻ പ്രസിദ്ധീകരിച്ചു. ഈ 41 പേരിൽ ഒരേ ഒരു വ്യക്തിയാണ് ഓർത്തഡോക്സ് അല്ലാത്തത്, അതൊരു കാത്തലിക്കാണ്. അതിൻ്റെ കാരണം, ഈ പറയുന്ന 9 പോസ്റ്റിലേക്ക് 179 അപേക്ഷകരാണ് ഉണ്ടായിരുന്നത്. ഈ 179 അപേക്ഷകരിൽ 44 എണ്ണം നോൺ ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. ഒരു മുസ്ലിം ഉണ്ടായിരുന്നു, ഒരു 4-5 ഹിന്ദുക്കളുണ്ടായിരുന്നു, പിന്നെ മറ്റ് സഭാംഗങ്ങൾ. അപ്പോൾ റാങ്ക് ലിസ്റ്റെല്ലാം ഫൈനലൈസ് ചെയ്യുന്ന നേരത്ത് ഈ ഗവൺമെൻറ് നോമിനി ശക്തമായിട്ട് പറഞ്ഞു, ഇത് ജനറൽ കാറ്റഗറിയാണ്, ഒരാളെങ്കിലും ഓർത്തഡോക്സ് കാറ്റഗറിക്ക് വെളിയിൽ വേണം. അങ്ങനെയാണ് 41 പേരിൽ ഒരേ ഒരാളെ, ഗവൺമെൻറ് നോമിനി പറയുന്നത് നമ്മൾ കേട്ടില്ലെങ്കിൽ സൈൻ ചെയ്യത്തില്ല, ഒരേ ഒരാളെ ഏതോ കാത്തലിക് ചർച്ചിലെ ഒരു മെമ്പറെ, ഒരു ലേഡിയെ അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞത്, ആദ്യം നമ്മൾ നിയമിച്ച വിഷ്വൽ ഡിസബിലിറ്റി, ഹിയറിംഗ് ഡിസബിലിറ്റി 2 ഓർത്തഡോക്സുകാർ, കമ്പ്യൂട്ടർ അസിസ്റ്റൻ്റ് ഓർത്തഡോക്സുകാരന്, ഗാർഡനർ പോസ്റ്റിലേക്ക് ഓർത്തഡോക്സ് ഇല്ലാത്തത് കൊണ്ട് ഒരു CSIക്കാരൻ,
ബാക്കി റാങ്ക് ലിസ്റ്റിലിട്ടിരുന്ന 41 പേരിൽ ഒരാളൊഴികെ 40 പേരും ഓർത്തഡോക്സുകാർ. ഇത്രയും ക്രിസ്റ്റൽ ക്ലിയറാണ്. ഈ ലിസ്റ്റ് ഞാൻ ഇതിനോട് ചേർത്ത് അറ്റാച്ച് ചെയ്യാം. രണ്ടാമത് എനിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്ന ഒരു ചിന്ത, അൻസു എന്ന് പറയുന്ന നമ്മുടെ കറ്റാനം പള്ളിയിലെ ഒരു ചെറുപ്പക്കാരൻ, പ്രത്യേകിച്ച് അവിടുത്തെ നമ്മുടെ കട്ടച്ചിറപ്പള്ളിയുമായിട്ടുള്ള വിഷയത്തിൽ കേസൊക്കെ വന്നൊരു കൊച്ചനാണ്. ആ കൊച്ചിന് കൊടുത്തില്ലെന്നുള്ളതാണ്. അതിൻ്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചാൽ, ഈ അൻസുവിന് എതിരായിട്ട് 4 ക്രിമിനൽ കേസുകൾ നിൽപ്പുണ്ട്. ഈ കേസുകൾ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ നമുക്ക് ആദ്യം നിയമിക്കുന്ന 9 പേരിൽ, അതായത് 41 പേരുടെ ലിസ്റ്റ് ഇട്ട് കഴിഞ്ഞാൽ ആദ്യം 9 പേരെ നിയമിക്കാം. ആ 9-നകത്ത് ഇദ്ദേഹത്തെ ഇട്ട് കഴിഞ്ഞാൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ റിജക്റ്റഡ് ആകും. അദ്ദേഹം തന്നെയല്ല, ആ ലിസ്റ്റ് മുഴുവൻ റിജക്റ്റഡ് ആകും. അതുകൊണ്ട് ഞങ്ങൾ ചെയ്തത് 16-ാമത്തെ ആളായിട്ട് അദ്ദേഹത്തെ ഇട്ടു. ഈ 41 പേരുടെ ലിസ്റ്റിൽ 16-ാമത്തെ ആൾ അൻസുവാണ്. എന്തിനങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ 9 പേരുടെ നമ്മൾ നിയമനം കഴിഞ്ഞാൽ ഒരു 2 മാസം കൊണ്ട് അതിൻ്റെ അപ്രൂവൽ കിട്ടും, നമ്മൾ ഇച്ചിരി ഉത്സാഹിച്ചാൽ. ഞങ്ങൾ അങ്ങനെയാണ് ഞാൻ അവസാനം പറയാം എങ്ങനെ ഈ പോസ്റ്റ് വന്നതെന്നുള്ളത്, ഇത് കിട്ടിയെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉത്സാഹിച്ചാൽ ഒരു 2-2.5 മാസം കൊണ്ട് ഇവരെ അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞാൽ ഇവരെ എല്ലാം അടുത്ത കാറ്റഗറിയിലേക്ക് പ്രൊമോട്ട് ചെയ്യുമ്പോഴേക്കും അടുത്ത 15 പേരെ നിയമിക്കാനുള്ള കൺസെൻറ്റിന് വേണ്ടി ഗവൺമെൻറ്റിനോട് റിക്വസ്റ്റ് ചെയ്യാം. ചുരുക്കത്തിലൊരു 3.5-4 മാസം ഗ്യാപ്പ് കിട്ടും. ഈ 4 മാസത്തിനുള്ളിൽ അൻസുവിന് ഈ പറയുന്ന കേസുകളൊക്കെ ഏതെങ്കിലും വിധത്തിൽ ഒതുക്കി തീർക്കാൻ സാധിച്ചാൽ ഒരു പ്രയാസവും നേരിടത്തില്ല. അതുകൊണ്ടാണ് ആദ്യത്തെ 9-ലിടാതെ 16-ലിട്ടത്. ഈ വിവരം ഇൻ്റർവ്യൂവിന് മുമ്പ് തന്നെ MOC ഓഫീസിൽ നിന്ന് കൃത്യമായിട്ട് അൻസുവിനെ അറിയിച്ചിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ, മറ്റൊരാളല്ല, MOC മാനേജരായ ഞാൻ തന്നെ അൻസുവിനെ വിളിച്ചു. അൻസു, ഇങ്ങനൊരു കാര്യമുണ്ട്, അതുകൊണ്ട് നീ വിഷമിക്കേണ്ട, നിനക്ക് അടുത്ത നിയമനത്തിൽ നീ ഡെഫിനറ്റായിട്ടും കാണും. അവൻ എന്നോട് പറഞ്ഞു, തിരുമേനി എനിക്കൊരു തർക്കവും ഇല്ല, എൻ്റെ പേരിൽ വെറുതെ അവന്മാർ വഴക്കുണ്ടാക്കുകയാണ്, ഞാൻ റാങ്ക് ലിസ്റ്റുള്ളത്, എനിക്ക് സന്തോഷമാണ്, എനിക്ക് 4 മാസം കിട്ടുമല്ലോ എല്ലാം. ഞാൻ പറഞ്ഞു, നീ എങ്ങനെയെങ്കിലും എന്ത് സ്വാധീനം ഉപയോഗിച്ചാലും അത് ആ കേസ് ക്ലിയർ ചെയ്യണം, എങ്കിലേ അത് അപ്രൂവൽ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞതാണ്. സോൾവ് ചെയ്ത വിഷയമാണ്. മറ്റൊരു ആരോപണം എനിക്കെതിരെയുള്ളത് പാത്രികീസുകാരെ നിയമിച്ചു എന്നുള്ളതാണ്. ഈ റാങ്ക് ലിസ്റ്റിലെ 41 പേരിൽ കത്തോലിക്ക അംഗമായിരിക്കുന്ന ഒരാളൊഴികെ മറ്റ് 40 പേരും ഓർത്തഡോക്സുകാരാണ്. നമുക്കെങ്ങനെ അത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഒരു ആപ്ലിക്കേഷൻ ഇൻ്റർവ്യൂവിന് ഒരു വ്യക്തി വരുമ്പോൾ, ഇപ്പോൾ ജോർജ് വർഗീസച്ചൻ വരികയാണെങ്കിൽ വരുന്നതിന് 1 മിനിറ്റ് മുമ്പാണ് ചെയർപേഴ്സൺ എന്ന നിലയിൽ എൻ്റെ മുമ്പിലോട്ട് ഈ ആപ്ലിക്കേഷൻ വരുന്നത്. ഞാൻ പെട്ടെന്ന് മറിച്ച് നോക്കുന്നത് ഇതേത് സഭാംഗമാണ്. നമ്മൾ നോക്കുന്നത് ആ കമ്മ്യൂണിറ്റി ലെറ്ററാണ്. അങ്ങനെ നോക്കിയാൽ എല്ലാവരും തന്നെ ഓർത്തഡോക്സുകാരാണ്. പള്ളിയുടെ പേരുണ്ട്, ഡീറ്റെയിൽസ് ഉണ്ട്, ഇടവക വികാരിയുടെ ഒപ്പമുണ്ട്. എല്ലാറ്റിലുപരി അതിൻ്റെ ഒടുവിൽ ഇടവക മെത്രാപ്പോലിത്തായുടെ കൗണ്ടർ സിഗ്നേച്ചറും സീലും ഉണ്ട്. ഇതില്ലാത്ത ഒരൊറ്റ ഒരെണ്ണം പോലും ഇല്ല. അപ്പോൾ റാങ്ക് ലിസ്റ്റിലെ 41 പേരിൽ 40 പേർക്കും മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികരുടെയും, അതായത് അവരുടെ വികാരിമാരുടെയും പരിശുദ്ധ സുന്നഹോദോസ് അംഗങ്ങളായിരിക്കുന്ന ഇടവക മെത്രാപ്പോലിത്തന്മാരുടെയും സീലും സൈന്യമുണ്ട്. പിന്നെങ്ങനെയാണ് ഈ പാത്രീസുകാരെ നിയമിച്ചു എന്നുള്ള ഈ അടിസ്ഥാനരഹിതമായ വാർത്ത? പിന്നെ എൻ്റെ ബന്ധുക്കൾ, എൻ്റെ നിങ്ങൾ ചിലർക്കെങ്കിലും പറയും, എൻ്റെ സഹോദരങ്ങളുടെ മക്കൾ ആരുമില്ല. എൻ്റെ സഹോദരങ്ങൾ മക്കളെല്ലാവരും വിദേശത്ത് ജോലി ചെയ്യുന്നവരാണ്. എൻ്റെ ഫസ്റ്റ് കസിൻ എന്നോ സെക്കൻഡ് കസിൻ എന്നോ തേർഡ് കസിൻ എന്നോ പറയാവുന്ന ഒരാൾ പോലുമില്ല. ഇതാണ് പരമാർത്ഥം. ഇത്രയും പച്ച പരമാർത്ഥം ഉണ്ടായിട്ടാണ് ഈ സോഷ്യൽ മീഡിയ അനാവശ്യമായിട്ട് ഈ ചീത്തവിളി നടത്തുകൊണ്ടിരിക്കുന്നത്. എൻ്റെ സങ്കടം ഞാൻ ഈ വിവരങ്ങൾ മുഴുവൻ 4 ദിവസം മുമ്പ് പരിശുദ്ധ സുന്നഹോദോസിനെ അറിയിച്ചിട്ടുണ്ട്, ഇതുപോലെ തന്നെ. ഇനി ഞാൻ ഈ റാങ്ക് ലിസ്റ്റിൻ്റെ കോപ്പിയും കൂടെ അച്ഛന്മാർക്ക് അയച്ചു തരികയാണ്. ഇതൊരു അച്ചടക്ക ലംഘനമൊന്നുമല്ല. കാരണം നമ്മുടെ അച്ഛന്മാർ തന്നെ
പലരും എന്നെ വിളിച്ച് ചോദിച്ചു, തിരുമേനി ഈ ഇതിനകത്ത് പറയുന്നതിൽ വാസ്തവമുണ്ടോ? തിരുമേനി എന്തെങ്കിലും തിരുമറി കാണിച്ചോ? തിരുമേനി ആരെയായാലും സ്വന്തക്കാരെ നിയമിച്ചോ, പാത്രികക്കാരെ നിയമിച്ചോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എൻ്റെ ഉള്ളു വേദനയുണ്ടാകുന്ന എൻ്റെ അച്ഛന്മാർ പോലും അവർ സംശയിക്കുന്നതല്ലെങ്കിലും മറ്റുള്ളവർ പറയുന്ന കേൾക്കുമ്പോൾ വേദന കൊണ്ടായിരിക്കാം ചോദിക്കുന്നുണ്ട്. അപ്പോഴാണ് എനിക്ക് തോന്നിയത്, സത്യസന്ധമായി ഇനി മറച്ചു വെക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് എൻ്റെ കൂട്ടുവേലക്കാരെന്ന് ഞാൻ എപ്പോഴും പറയും, ക്രിസ്തുയേശുവിൽ എൻ്റെ കൂട്ടുവേലക്കാരായ എൻ്റെ ഭദ്രാസനത്തിൽ എൻ്റെ അച്ഛന്മാരറിയണം. അതിനാണ് ഞാൻ ഈ വോയിസ് ഇടുന്നത്. നിങ്ങൾ ശാന്തമായി കേട്ട് കഴിഞ്ഞിട്ട് ആ റാങ്ക് ലിസ്റ്റ് മുഴുവൻ പരിശോധിക്കണം. അതിൽ ഞാൻ ആദ്യം പറഞ്ഞ ഗാർഡനർ പോസ്റ്റിൽ ഒരു CSIക്കാരനും 41 പേരുടെ റാങ്ക് ലിസ്റ്റിൽ ഒരു നോൺ ഓർത്തഡോക്സായ കാത്തലിക്കും ഒഴികെ ബാക്കിയുള്ളൊരു മുഴുവൻ ഓർത്തഡോക്സുകാരാണ്. ഇനി എനിക്ക് മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, ഏകദേശം 8-9 കാൻഡിഡേറ്റ്സിനെ തുമ്പോണ്ടായിന്ന് എടുത്തിട്ടുണ്ട്. 5-6 പേരെ കോട്ടയത്തു നിന്നുണ്ട്. അടൂരിൽ നിന്ന് 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് പോലും ഞാൻ എൻ്റെ ഭദ്രാസനമല്ലേ, ഞാൻ സ്വാർത്ഥത കാണിക്കരുത്, ആ 2 പേരിൽ കൂടിയ മാർക്ക് കിട്ടിയ സ്കോർ വന്നയാളെ ഒരാളെയാണ് അടൂരിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇതാണ് സത്യം. ഇത് ലോകം മുഴുവൻ എന്നെ പഠിച്ചാലും എൻ്റെ കൂടെയുള്ള വൈദികർ ഈ സത്യം അറിഞ്ഞിരിക്കണം എന്ന ആഗ്രഹം കൊണ്ടാണ് ഞാനിത് ഇടുന്നത്. ഇതിടുന്നത് കൊണ്ട് നിങ്ങൾ മറ്റാരോടും വഴക്കുണ്ടാക്കാനോ തർക്കിക്കാനോ ഒന്നും പോണ്ട. 12-ാം തീയതി സുന്നോദോസുണ്ട്. ദൈവനിശ്ചയം പോലെ എന്തും വരട്ടെ, എത്ര നിന്നയും എത്ര അപമാനവും സഹിക്കാൻ ഞാൻ ഒരുക്കമാണ്. കാരണം എനിക്ക് വേണ്ടിയല്ല, എൻ്റെ സഭയ്ക്ക് വേണ്ടിയാണ്, എൻ്റെ ദൈവത്തിന് വേണ്ടിയാണ്. എൻ്റെ കോളിങ്ങിൽ ഒരു പക്ഷേ ഇങ്ങനെ ഒരു കാലഘട്ടം കണ്ടേക്കാം, ഇത്രയും പരിഹാസത്തിൻ്റെയും നിന്നയുടെയും. പക്ഷേ എൻ്റെ വൈദിക സഹോദരങ്ങളോട് എനിക്ക് ധൈര്യമായി പറയാൻ സാധിക്കുന്നത്, ഒരു മേൽപ്പെട്ടക്കാരൻ എന്ന നിലയിൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മേൽപ്പെട്ടക്കാരൻ എന്ന ആ അന്തസ്സിനും ആഭിജാത്യത്തിനും ചേരാത്ത ഒരു പ്രവൃത്തിക്ക് ഞാൻ പോയിട്ടില്ല. എൻ്റെ ശരീരത്തെ എന്നെ കൊണ്ടാകുന്നത് പോലെ നിർമ്മലമായി സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് ഇത്രയും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇനി ഞാനിടുന്ന റാങ്ക് ലിസ്റ്റ് കൂടെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കേട്ടല്ലോ, റാങ്ക് ലിസ്റ്റ് ഇതോടൊപ്പമുണ്ട്. അഭിമന്യ തിരുമേനി, അരിയാഹാരം കഴിക്കുന്ന ആളുകളാണ് നമ്മുടെ വൈദികരും വിശ്വാസികളും. അല്ലാതെ എല്ലാവരും തിരുമേനിയെ പോലെയുള്ളവരല്ല. അതാദ്യം മനസ്സിലാക്കണം. തിരുമേനി ഈ വിശദീകരണം നടത്തിയ വോയിസ് മെസ്സേജ് അഡ്മിൻ ഒള്ളിയായിട്ടുള്ള അടൂരിലെ വൈദിക ഗ്രൂപ്പിലും മറ്റ് തിരുമാനിമാർക്കും അയച്ചു കൊടുത്തതാണ്. എൻ്റെ കൂടെയുള്ള അച്ഛന്മാർ അറിയാനാണ് ഈ സത്യം പുറത്തു വിടുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരുമേനി ഇങ്ങനെ മലങ്കര സഭയിലെ വൈദികരെ ഇങ്ങനെ തരംതിരിക്കല്ലേ. മലങ്കര സഭയിലെ എല്ലാ വൈദികരെയും ആദ്യം ഒരുപോലെ കാണാൻ ശ്രമിക്കുക. തിരുമേനി എല്ലാവരുടെയും മേൽപ്പെട്ടക്കാരനാണ്, അല്ലാതെ അടൂരിലെ അച്ഛന്മാരുടെ മാത്രം മേൽപ്പെട്ടക്കാരനല്ല. അതൊക്കെ പോട്ടെ, തിരുമേനിയുടെ വിശദീകരണത്തിലേക്ക് വരാം. തിരുമേനി പുറത്തുവിട്ട ആ ലിസ്റ്റിൽ 2ാമത്തെ പേരുകാരി അന്ന റോയ് ആരാണ് തിരുമേനി? സംശയം കൊണ്ട് ചോദിക്കുക. എൻ്റെ അന്വേഷണത്തിൽ അവർ നേരത്തെ ഓർത്തഡോക്സ് സഭക്കാരിയായിരുന്നു. അവരെ പാത്രിയാർക്കി സഭയിലേക്ക് കെട്ടിച്ചു വിട്ടു. അവരിപ്പോൾ പാത്രിയാർക്കി സഭക്കാരിയാണ്. അവരെ ഈ ജോലിക്ക് ശുപാർശ ചെയ്തത് കോട്ടക്കൽ പള്ളി വികാരി മുൻ ഭദ്രാസന സെക്രട്ടറി മാത്യൂസ് വാഴക്കൂട്ടത്തിലച്ഛനാണ്. അച്ഛൻ്റെ ശുപാർശ കത്തിൽ കൗണ്ടർ സൈൻ ചെയ്തിരിക്കുന്നത് മലബാർ ഭദ്രാസനാധിപൻ പക്കോമീസ് തിരുമേനിയാണ്. ഇനി പറയൂ അപ്രയം തിരുമേനി, ഇവരെങ്ങനെയാണ് ഈ ലിസ്റ്റിൽ കടന്നുകൂടിയതെന്ന് അങ്ങേക്ക് വളരെ വ്യക്തമായിട്ടറിയാം. അങ്ങ് മറച്ചു വയ്ക്കാതെ അത് വെളിപ്പെടുത്തണം, ഇല്ലെങ്കിൽ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തേണ്ടി വരും. യഥാർത്ഥത്തിൽ പക്കോമിയോസ് തിരുമേനിയെ ചതിയിൽപ്പെടുത്തുകയാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അദ്ദേഹത്തിനോട് ഇതൊന്നും പറയാതെ പള്ളിയുടെ ലെറ്റർ പാഡിൽ ശുപാർശ കത്ത് തയ്യാറാക്കി ഒപ്പിടാൻ കൊണ്ടുകൊടുത്തപ്പോൾ അദ്ദേഹത്തിൻ്റെ നിഷ്കളങ്കത കൊണ്ട് അദ്ദേഹത്തിന് കീഴിലുള്ള വികാരിയെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് ശുപാർശ കത്തിൽ കൗണ്ടർ സൈൻ ഇട്ടുകൊടുത്തു. വിവാദമായപ്പോൾ മാത്രമാണ് പക്കോമീസ് തിരുമേനി അറിയുന്നതും ചതിയിൽപ്പെട്ടുവെന്നുമാണ് ഞങ്ങൾക്ക് കിട്ടിയ വിവരം. ഇനി പറയൂ പക്കോമീസ് തിരുമേനി, ഇതിൻ്റെ യാഥാർത്ഥ്യം എന്താണ്? അങ്ങ് സഭാവിശ്വാസികളെ ചതിക്കാൻ കൂട്ടുനിന്നോ? അതോ അങ്ങ് ചതിയിൽപ്പെട്ടതാണോ? അതോ അങ്ങേ ചതിയിൽപ്പെടുത്തിയതാണോ? ഇതിനിടയിൽ കളിച്ചവർ ആരൊക്കെയാണ്? ഇനി വിശ്വാസികൾ ചിന്തിക്കൂ, ഇതാരുടെ തിരക്കഥയും നാടകവുമാണെന്നും അതിൽ വട്ടിക്കത്തനാർക്കും അപ്രയം തിരുമേനിക്കും എന്താണ് റോളെന്നും നിങ്ങൾ അന്വേഷിക്കുക. അതുപോലെ കട്ടച്ചിറയിലെ അൻസുവിൻ്റെ കാര്യം. അൻസു സന്തോഷത്തോടെ പറഞ്ഞുവെന്ന്
ഒരു വിഷമവും പ്രയാസവുമില്ലെന്ന്. വിഷമവും പ്രയാസവും ഇല്ലാത്ത അൻസു എങ്ങനെ ചോദിക്കാൻ തിരുമേനിയുടെ അരമനയിൽ വരും ഈ ലിസ്റ്റിനെ കുറിച്ച്? അതുപോലെ തിരുമേനി പറയുന്നു ഇതെല്ലാം സുന്നത്ത് ദോസിലുള്ള തിരുമേനിമാർക്ക് ലിസ്റ്റൊക്കെ കൊടുത്ത് സാഹചര്യമൊക്കെ പറഞ്ഞിരുന്നുവെന്ന്. ആരും സപ്പോർട്ട് ചെയ്തില്ലെന്ന്, ആരും ചോദിച്ചില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ സുന്നത്ത് ദോസിനെ തള്ളിപ്പറയുകയും വെട്ടിലാക്കുകയും ചെയ്തിരിക്കുകയല്ലേ ഇത്? വൈദികരുടെ ഗ്രൂപ്പുകളിൽ ഇട്ടത് തീർത്തും അവഹേളനമല്ലേ? അങ്ങനെയെങ്കിൽ വാഴക്കുന്നം അച്ഛനും അപ്രേം തിരുമേനിയും തമ്മിൽ എന്താ വ്യത്യാസം? ഇതിനൊക്കെ സോഷ്യൽ മീഡിയയാണോ ഉപയോഗിക്കേണ്ടത്? തിരുമേനിയുടെ മെസ്സേജും ലിസ്റ്റും ഇപ്പോൾ പുറത്തായില്ലേ? വാഴക്കുന്നം അച്ഛനെ മാറ്റി നിർത്തിയതുപോലെ അപ്രേം തിരുമേനിയെ മാറ്റി നിർത്തണം, തക്ക ശിക്ഷ കൊടുക്കണം.